ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിക്കവാറും നിങ്ങൾക്കേവർക്കും പരിചയമുള്ള വൃക്ഷം തന്നെയാകും തേക്ക്. നമ്മുടെ വീട് പണികൾക്കും മറ്റും സർവ്വസാധാരണയായി ഉപയോഗിക്കപ്പെടുന്ന മരം. ഈ തേക്കിൻ്റെ പെരുമയിലും ചരിത്രത്തിലും നമ്മൾ കേരളീയർക്ക് അഭിമാനിക്കാവുന്ന സമ്പന്നമായ ഒരു ചരിത്ര പാരമ്പര്യമുണ്ട്. അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട്, അതിനെക്കുറിച്ച് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തേക്ക് മരത്തിൻ്റെ പെരുമയെക്കുറിച്ചറിയാം. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ തേക്കിനും തെമ്മാടിക്കും എവിടെ വേണമെങ്കിലും കിടക്കാം എന്നൊരു ചൊല്ല് തന്നെ ഉണ്ടായിരുന്നു. കാരണം ഈ രണ്ട് കൂട്ടർക്കും, തേക്കായിക്കോട്ടെ തെമ്മാടി ആയിക്കോട്ടെ, ഈ രണ്ട് കൂട്ടരും എവിടെ എത്ര കാലം കിടന്നാലും യാതൊരു വിധത്തിലുള്ള ഊനവും ഉണ്ടാകുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഈ ചൊല്ല് പ്രയോഗത്തിലുണ്ടായിരുന്നത് തന്നെ. കോൺക്രീറ്റ് ഇങ്ങനെ വ്യാപകമായിട്ട് രംഗത്ത് വരുന്നതിന് മുൻപ് ഇലക്ട്രിക് പോസ്റ്റുകളായും റെയിൽവേ പാളങ്ങളിലെ സ്ലീപ്പറുകളിലായും ഒക്കെ തന്നെ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത് തേക്ക് മരമാണ്. ഏതൊക്കെ കാലാവസ്ഥകളായിരുന്നാൽ തന്നെയും അതെല്ലാം അതിജീവിച്ചുകൊണ്ട് നിലനിൽക്കാനുള്ള കഴിവ് തേക്കിനുണ്ടായിരുന്നുകൊണ്ടാണ് ഇത്തരം ആവശ്യങ്ങൾക്ക് തേക്ക് വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. തെക്കനേഷ്യയിലാണ് പൊതുവിൽ കണ്ടുവരുന്നതെങ്കിലും ദക്ഷിണേന്ത്യയാണ് തേക്കിൻ്റെ ജന്മസ്ഥലമായിട്ട് കണക്കാക്കപ്പെടുന്നത്. 50 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന തേക്ക് വൃക്ഷങ്ങളുടെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. തേക്കിന് ഇങ്ങനൊരു പേര് വരാനായിട്ടൊരു രസകരമായ കൗതുകകരമായിട്ടുള്ള കാരണവുമുണ്ട്. മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ തെക്ക് നിന്ന് വന്ന മരം എന്ന അർത്ഥത്തിലാണ് തേക്ക് എന്ന് വിളിക്കപ്പെടുന്നതെന്നുള്ളതാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. തേക്കിൻ്റെ ജനിതക നാമം എടുത്താലും, അതായത് ശാസ്ത്രീയ നാമം എടുത്താലും അതിനുമുണ്ടൊരു കൗതുകം. തേക്കിൻ്റെ ശാസ്ത്രീയ നാമം ടെക്ടോണ ഗ്രാൻഡിസ് എന്നുള്ളതാണ്. ഗ്രീക്ക് പദമായ ടെക്ടസ് എന്ന പദത്തിൽ നിന്നാണ് ഈ ഒരു ജനിതകനാമത്തിൻ്റെ ഉത്ഭവമായിട്ട് പറയുന്നത്. ആ ടെക്ടസ് എന്ന പദത്തിൻ്റെ അർത്ഥം ആശാരി എന്നാണ്. അത് എന്തു തന്നെ ആയിരുന്നാലും അത് ഫലത്തിൽ ശരി തന്നെയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. കാരണം ആശാരിമാർക്ക് തേക്ക് മരത്തിൽ പണിയുക എന്നുള്ളത് ഏറ്റവും ആഹ്ലാദകരമായിട്ടുള്ളൊരു അനുഭവം തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ ശാസ്ത്രീയ നാമം ശരിക്കും ഫലത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് ഏറ്റവും ഉചിതമായിട്ടുള്ളത് തന്നെയാണെന്നുള്ളതാണ് നമുക്ക് പറയാനും സാധിക്കുക. നമ്മുടെ ഭാരതം നീണ്ട 350 വർഷക്കാലത്തോളം കോളനി ഭരണത്തിന് കീഴിലായിരുന്നു. അക്കാലത്തെ കപ്പൽ നിർമ്മാണത്തിനും തീവണ്ടി ഗതാഗതം ആരംഭിച്ചതോടെ സ്ലീപ്പറുകളുടെ ആവശ്യത്തിനുമൊക്കെ ആയിട്ട് തേക്കിന് വൻതോതിൽ ഡിമാൻഡ് ഉണ്ടാവുകയും ഈ ഡിമാൻഡിനനുസരിച്ചുള്ള ആവശ്യമായിട്ടുള്ള തേക്ക് മരം സ്വാഭാവിക വനങ്ങളിൽ നിന്നും കിട്ടാത്തൊരവസ്ഥ നേരിടുകയും വന്നൊരവസരത്തിലാണ് തേക്ക് പ്ലാന്റേഷൻ എന്നുള്ള ആശയം ആദ്യമായിട്ട് ഉയർന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയുടെ കളക്ടറായിരുന്ന HV കനോലിയുടെ നിർദ്ദേശപ്രകാരം അന്നത്തെ ഫോറസ്റ്റ് കൺസർവേറ്ററായിരുന്ന ചാത്തുമേനോയുടെ നേതൃത്വത്തിൽ 1840, 1855 കാലഘട്ടത്തിൽ ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരും പരിസര പ്രദേശങ്ങളുമായിട്ട് ഏകദേശം 1500ഓളം ഏക്കർ സ്ഥലത്ത് ലോകത്തിലെ തന്നെ ആദ്യത്തെ തേക്ക് പ്ലാന്റേഷൻ നടത്തി. 1933 ചാലിയാറിൻ്റെ തീരത്തെ 14.8 ഏക്കർ തേക്കിൻ തോട്ടം ഒരു സംരക്ഷിത പ്ലോട്ടായിട്ട് ബ്രിട്ടീഷ് സർക്കാർ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ട സംരക്ഷിത പ്ലോട്ടിലെ 9 ഏക്കർ സ്ഥലത്തെ മരങ്ങൾ രണ്ടാം ലോക മഹായുദ്ധ കാലത്തെ ആവശ്യങ്ങൾക്കായിട്ട് ബ്രിട്ടീഷുകാർ തന്നെ മുറിച്ച് കടത്തുകയുണ്ടായി. ശേഷിക്കുന്ന 5.7 ഏക്കർ തേക്കിൻ തോട്ടമാണ് ഇന്നത്തെ കനോലി പ്ലോട്ട് എന്ന പേരിൽ നമ്മൾ നിലമ്പൂരിൽ കാണുന്നത്. തേക്കിന് നല്ലൊരു അന്താരാഷ്ട്ര മാർക്കറ്റ് നിലവിലുള്ളത് മൂലം ഏതാണ്ട് 40-ൽ പരം രാജ്യങ്ങളിൽ തേക്കിൻ്റെ പ്ലാന്റേഷൻ നടക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും ലോകത്തിലെ ഏറ്റവും മികച്ച ഇനം തേക്കായി പരിഗണിക്കപ്പെടുന്നത് നമ്മുടെ നിലമ്പൂർ തേക്കാണ്. പോർച്ചുഗീസ് നാവികൻ വാസ്കോഡ ഗാമയ്ക്ക് തിരികെ പോകാനുള്ള കപ്പലിൻ്റെ കൊടിമരം, ബ്രിട്ടനിലെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൻ്റെ റിനോവേഷൻ വർക്കുകൾ, ലോകത്തിലെ മുന്തിയനം കാറുകളിലൊന്നായ റോൾസ് റോയ്സ് കാറിൻ്റെ ഇൻറ്റീരിയർ മികച്ചതാക്കാൻ ഇത്തരം ആവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ നിലമ്പൂർ തേക്കാണ്. ലോകത്തിലെ ആദ്യത്തെ തേക്ക് പ്ലാന്റേഷൻ എന്നതുപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ തേക്ക് മ്യൂസിയവും നമ്മുടെ നിലമ്പൂരിൽ തന്നെയാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമായി അതിൻ്റെ നേതൃത്വത്തിൽ 1995 ഇത് ആരംഭിക്കുന്നത്. ലോകത്തിലേക്ക് ഏറ്റവും പഴക്കമുള്ള തേക്ക് അത് നമുക്ക് ഈ മ്യൂസിയത്തിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ലോകത്ത് ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും വലിപ്പമുള്ള തേക്ക് മരം അതും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെയാണ്.
പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ് ആ മരം പരിപാലിക്കപ്പെടുന്നത്. ഏകദേശം 465 വർഷത്തോളം പ്രായം കണക്കാക്കപ്പെടുന്ന ഈ മരത്തിന് 50 മീറ്ററോളം ഉയരമുണ്ട്. 50 മീറ്ററോളം ഉയരമുണ്ട്, 7 മീറ്ററിലധികം വണ്ണവുമുണ്ട്. തേക്കിൻ്റെ കാര്യത്തിൽ ചരിത്രപരമായും ലഭ്യതയുടെ കാര്യത്തിലും നമ്മൾ വളരെയധികം സമ്പന്നരാണെങ്കിൽ കൂടിയും ഇന്നും നമ്മുടെ നാട്ടിലെ വീട് പണികളിൽ എഫക്റ്റീവായിട്ട് തേക്ക് ഉപയോഗത്തിൽ കൊണ്ടുവരുന്നതിൽ നാം വളരെയധികം പുറകിലാണ്. അതിനൊരു കാരണമായി തോന്നിയിട്ടുള്ളത് ഇടനിലക്കാരുടെ അനാവശ്യമായിട്ടുള്ള ഇടപെടൽ മൂലം ന്യായമായ വിലയ്ക്ക് നല്ല മരം ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം വിപണിയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ സാഹചര്യം പരമാവധി മുതലെടുത്തുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് വരെ ഭീഷണി ഉയർത്തുന്ന വുഡ് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ വീട് വിപണി കൈയടക്കിയിട്ടുമുണ്ട്. നമ്മളൊന്നും മനസ്സ് വെച്ചാൽ വുഡൻ കാർപ്പൻട്രിയെക്കുറിച്ച് നല്ലൊരു അവബോധം വളർത്തിയെടുത്താൽ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലെ കാർപ്പൻട്രി വർക്കുകൾ തേക്ക് പോലെയുള്ള വളരെ നാച്ചുറലായിട്ടുള്ള വളരെ വളരെ സമ്പന്നമായിട്ടുള്ളൊരു മരത്തിൽ പണി തീർക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ് ചെയ്തോളുക. നല്ല വീഡിയോകളായിട്ട് വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.